അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ ആ താജ്മഹലൊക്കെ കണ്ട് ആഗ്രഹം എല്ലാവരും ഉണ്ട്. നമ്മളങ്ങനെ ഒരു ആട്ട പിടിച്ച് ഇങ്ങനെ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ്. കണ്ടില്ലേ? അങ്ങനെ നമ്മൾ ആട്ടോയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകാൻ പോകുന്നത് നേരെ നമ്മൾ ഡൽഹിയിലോട്ടാണ്. ഡൽഹിയിൽ നിന്ന് നേരെ പഞ്ചാബ്. അതാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് അറിഞ്ഞൂടാ. നമ്മളങ്ങനെ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനകത്തോട്ട് കയറാം. നമുക്ക് ട്രെയിൻ ഉണ്ടെന്ന് അറിഞ്ഞൂടാ. എന്തായാലും അകത്ത് കയറി നോക്കണം. എന്തായാലും ഡൽഹിയിലോട്ട് ഇഷ്ടംപോലെ ട്രെയിൻ ഉണ്ട്. അപ്പോൾ ഡൽഹിയിലോട്ട് പോയിട്ട് ബാക്കി നമുക്ക് അവിടെ പോയിട്ട് പ്ലാൻ ചെയ്യാം. അങ്ങനെ ട്രെയിൻ കയറാൻ വേണ്ടി വന്നിരിക്കുകയാണ്. വലിയ തിരക്കൊന്നുമില്ല, തിരക്കില്ലാത്ത ചെറിയ സ്റ്റേഷനാണ്. അപ്പോൾ ട്രെയിൻ ഇനി ഒരു അരമണിക്കൂർ പിടിക്കും ട്രെയിൻ വരാൻ വേണ്ടി. അങ്ങനെ ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിനിൽ കയറിയിരിക്കുന്നത് ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. കണ്ടില്ലേ, ഒട്ടാളില്ല. അങ്ങനെ നമ്മളിപ്പോൾ നേരെ ഇവിടെ നിന്ന് നേരെ നിസാമുദ്ദീനിൽ ഇറങ്ങാനാണ് പ്ലാന്. അപ്പോൾ നിസാമുദ്ദീനിൽ ചെന്നിട്ട് കാണാം. അതിൽ നല്ല കിടില യാത്രയാണ്. അങ്ങനെ ഒരു മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം നമുക്ക് സീറ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്, മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഒരു 3 മണിക്കൂർ എടുക്കും നമ്മൾ നിസാമുദ്ദീൻ എത്താൻ വേണ്ടി. ട്രെയിനിലെ തിരക്കുണ്ടോ ഗൈസ്? കാല് വെക്കാനുള്ള സ്ഥലം പോലും ഞാൻ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താണ് ഇരിക്കുന്നത്. അതെങ്ങനെ ഉണ്ടാ ട്രെയിനിലെ എക്സ്പീരിയൻസ്? അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മുടെ ആഗ്രയിൽ നിന്ന് നേരെ അടുത്ത് പഞ്ചാബിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഡൽഹി പോയിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആദ്യം നമ്മൾ ഡൽഹി പോകണം. എന്നിട്ട് നമ്മൾ അവിടെ നേരെ പഞ്ചാബ് ജനറലിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എല്ലാവരും കാണിച്ചത് ട്രെയിനിലെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി എക്സ്പീരിയൻസ്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ജനറലിൽ ഇങ്ങനെ കയറുന്നത്. നമ്മളിപ്പോൾ നിസാമുദ്ദീൻ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഭയങ്കര അടിയും ബഹളമാണ് ഗൈസ്. ട്രെയിനിൽ കയറാനും ഇറങ്ങാനും എല്ലാം. കണ്ടില്ലേ, എക്സിറ്റ് ഡോർ വഴിയൊക്കെയാണ് അകത്ത് കയറുന്നത് സീറ്റിൽ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നമുക്ക് ഇവിടെ നിന്ന് സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങാം. കണ്ടില്ലേ, ആൾക്കാർ കണ്ടില്ലേ ഗൈസ്? ജനറലിൽ എന്ന് പറയുന്ന അടിയെന്ന് പറഞ്ഞ അടിയാണ്, അകത്ത് കയറാനും ഇറങ്ങാനൊക്കെ. അങ്ങനെ ഗൈസ് നമ്മുടെ അസറത്ത് നിസാമുദ്ദീൻ്റെ വെളിയിൽ വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ തൊട്ട് വെളിയിലാണ് നിൽക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ ബസ് സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത്. നമ്മൾ പഞ്ചാബ് അമൃത്സർ പോകാൻ വേണ്ടി നമ്മൾ ബസ്സാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോകാനുള്ള ഇത് നോക്കുകയാണ്. കണ്ടില്ലേ, അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ്. അകത്ത് എല്ലാ സൗകര്യവും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയാണ്. ടിക്കറ്റ് കൗണ്ടറിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നേരെ ഇപ്പോൾ പോകാൻ പോകുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് കാശ്മീരി ഗേറ്റ് അവിടെയാണ് പോകാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് എടുത്ത് പോകാനുള്ള പരിപാടിയാണ്. കാരണം ട്രെയിനൊന്നുമില്ല. ട്രെയിൻ എല്ലാം ഇവിടെ നിന്നുള്ളത് എല്ലാം ഡിലേ ആണ്. ഭയങ്കര ഡിലേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ വിചാരിച്ച് നേരെ ബസ് പിടിച്ച് പോകാം. അങ്ങനെ ഇപ്പോൾ നമ്മൾ മെട്രോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്. മെട്രോയിലൊക്കെ നല്ല തിരക്കാണ് കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ മെട്രോ മാറി മാറി കയറി പോവുകയാണ്. ഇതിപ്പോൾ 4ാമത്തെ മെട്രോ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് പോകാനുള്ള അടുത്ത് നമുക്ക് 4 മെട്രോ മാറി കയറണം. അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നതെന്ന് പറയുന്നത് ഇവിടുത്തെ സിറ്റി ഫ്ലൈ ഓവറൊക്കെയാണ്. കണ്ടില്ലേ? അപ്പോൾ ഗായ്സ് നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് എവിടെയാണ്? ജലന്ധർ അല്ലേ? പഞ്ചാബിലെ ജലന്ധറിലോട്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഡയറക്റ്റ് ബസ് നോക്കിയ ബസ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ജലന്ധർ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് അമൃത്സർ പോകാനുള്ള പരിപാടിയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു 9-10 മണിക്കൂറത്തെ ജേണി ഉണ്ട് പോകാൻ വേണ്ടി. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു ലോക്കൽ ബസ്സിൽ കയറിയിട്ടുണ്ട്. ഒരാൾക്ക് 450 രൂപ വെച്ചാണ്. 7-8 മണിക്കൂറുണ്ട് ട്രാവൽ ഇവിടെ നിന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുകയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്. അപ്പോൾ ഗായ്സ് ഈ ബസ്സിലാണ് നമ്മൾ പോകുന്നത്. അതല്ലേ? അപ്പോൾ ഗായ്സ് നമ്മളങ്ങനെ ഡൽഹിയിൽ നിന്ന് നേരെ ഇപ്പോൾ ഹരിയാന കയറിയിരിക്കുകയാണ്. ഹരിയാന പൊയ്ക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ? ഒരു 2-3 മണിക്കൂറായി വണ്ടി റണ്ണിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഹരിയാന കയറി. ഗായ്സ് അങ്ങനെ ബസ് നിർത്തിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി. ഞാൻ വന്ന ബസ് ഈ ബസ്സാണ്. കണ്ടില്ലേ?
ഈ ബസ്സിലാണ് വന്നത്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ വല്ലതും നമുക്ക് കഴിക്കാം. എല്ലാ തരം സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ ഫുഡ് എന്തെങ്കിലും കഴിക്കാം. അപ്പോൾ ഒരു ചായ മേടിച്ചു ഗൈസ്. ഈ കടയിൽ നിന്നാണ് മേടിച്ചത്. അകത്ത് പപ്സ് എന്തൊക്കെയോ ഐറ്റംസ് ഒക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്തായാലും സൂപ്പറാണ്. ഈ ചായക്ക് പൈസ കൊടുത്ത ഒരു സിക്കാരൻ ചേട്ടനാണ് കേട്ടോ ഗൈസ്. നമ്മളെ ബസ്സിൽ കൂടെ ഉണ്ടായിരുന്നു. ആ പുള്ളിക്കാരന് അങ്ങോട്ട് എവിടെ പോയി. ഇതുകൊണ്ട് ആ കടയിലോട്ട് നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ട് നിൽക്കുന്ന വേണ്ട ആ ചുവപ്പ് ഷർട്ടിൻ്റെ അടുത്തുള്ള പുള്ളിക്കാരനാണ് ചായ പൈസ കൊടുത്തത്. അങ്ങനെ നമ്മളിനിയിപ്പോൾ എന്തായാലും ഒരു 10 മണി അടുപ്പിച്ചാവും, നൈറ്റ് ആവും എന്തായാലും ജലന്ധർ റീച്ച് ആവാൻ വേണ്ടി. പിന്നെ വഴിയിലുള്ള ഒരു കടയിൽ നിന്ന് ഫുഡൊക്കെ അത്യാവശ്യം കൊടുത്ത് ഫുഡൊക്കെ കൊള്ളാം കേട്ടോ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ നമ്മൾ റെസ്റ്റെടുക്കുകയാണ്. നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ബസ് ഇനിയിപ്പം എന്തായാലും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ബസ് എടുക്കുള്ളൂ. അപ്പം ബസ്സിൽ കയറി നമ്മൾ റെസ്റ്റ് എടുക്കാനുള്ള പരിപാടിയാണ്. ഗൈസ് നമ്മളിപ്പോൾ നിങ്ങൾ വെളിയിലുള്ള കാഴ്ച ഉണ്ടോ ഗൈസ്? കുറേ പേര് ഡ്രസ്സ് ഇടാതെ ഇങ്ങനെ എന്തോ ഒരു സമരം എന്താണെന്ന് തോന്നുന്നു. കുറേ പേര് ഡ്രസ്സ് ഇടാതെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നെ വേറെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമുക്ക് 2 സൈഡിലായിട്ട് നമുക്ക് സൂര്യകാന്തി പൂത്ത് നിൽക്കണൊക്കെ കാണാം. സൂര്യകാന്തി അതേപോലെ തന്നെ ഗോതമ്പ് അതെല്ലാം ഇരുന്ന് കാണാൻ വേണ്ടി സാധിക്കും നമുക്ക് ബസ്സിനകത്തിരുന്ന്. നമ്മളിപ്പോൾ പഞ്ചാബ് കയറിയിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പഞ്ചാബിൽ നമ്മൾ ലുധിയാന എത്താറായിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലായിട്ട് നമുക്ക് ഗോതമ്പ് പാടമൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഗോതമ്പ് പാടം അതേപോലെ നമ്മുടെ സൂര്യകാന്തി അതെല്ലാം പൂത്തേക്ക് നമുക്ക് 2 സൈഡിലായിട്ട് കാണാം. നല്ല അടിപൊളി റോഡാണ്. സ്ട്രെയിറ്റ് ഹൈവേ ആണ്. നമ്മൾ 6 വരിപ്പാത എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള റോഡാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. പക്ഷേ നമ്മൾ ബസ്സിൽ വന്നത് എന്തായാലും നമുക്ക് ഒരു നല്ലൊരു അനുഭവമാണ് വന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രെയിനിൽ ഇരുന്ന് പോകുന്നത് പോലെയല്ല ബസ്സിൽ. നമുക്ക് 2 സൈഡിലുള്ള കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോകാൻ വേണ്ടി സാധിക്കും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആൾക്കാർ ട്രെയിനിലാണ് വരുന്നത്. നമ്മൾ അമൃത്സറിൽ വരണമെന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് ട്രെയിനുണ്ട്. കൊച്ചുവേളിയിൽ നിന്നൊക്കെ ഡയറക്റ്റ് ട്രെയിനുണ്ട്. അപ്പോൾ അതിലാണ് മെയിനായിട്ട് ആൾക്കാരെല്ലാം അമൃത്സർ പഞ്ചാബ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നത് ബസ്സിൽ വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ പഞ്ചാബ് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ വേണ്ടി താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബസ്സിൽ വരിക. ബസ്സിൽ വരുമ്പോൾ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടു പോകാൻ വേണ്ടി പറ്റും. അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾ ഹിച്ച് ഹൈക്കിങ് പോലെയുള്ള സംഭവമാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡൽഹിയിൽ നിന്ന് നേരെ പഞ്ചാബിലോട്ട് ബസ്സിലോ അങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ വരിക. നമ്മളിപ്പോൾ ജലന്ധർ വരെ പോകുന്നത് നമുക്ക് ബസ് ടിക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് 460 രൂപ മാത്രമേ ആയിട്ടുള്ളൂ ഒരാൾക്ക്. 460 എന്ന് പറയുന്നത് നമ്മൾ ഏതാണ്ട് ഒരു 450 കിലോമീറ്ററിനകത്താണ് നമ്മുടെ ഡൽഹിയിൽ നിന്ന് ജലന്ധർ വരെയുള്ള ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും ദൂരം ഇരുന്നാണ് പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബസ്സിൽ ഇത്രയും ദൂരം ഞാൻ യാത്ര ചെയ്യുന്നത്. അത് ഒന്നാമത്തെ കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് ഇതേപോലെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമ്മൾ രാത്രി ഒരു 10-10:30 ആയോടെ നമ്മൾ ജലന്ധർ റീച്ച് ആവും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണാം. അവിടെ നിന്നിട്ട് ജലന്ധറിൽ നിന്ന് ഒരു 70 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പഞ്ചാബ് അമൃത്സർ പോകാൻ വേണ്ടി. അപ്പോൾ അവിടെ പോയിട്ടുള്ള ബാക്കി കാഴ്ചകളെല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും മാക്സിമം നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമ്മളങ്ങനെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ പോവുകയാണ്. അതിൽ ഇത് വിളവെടുത്തതിന് ശേഷം ഒരു തീയിടുന്നതാണ്. ഇത് മൊത്തം ഗോതമ്പ് പാടമാണ് കണ്ടില്ലേ. അപ്പോൾ പഞ്ചാബിലെ കാഴ്ചകൾ കണ്ടിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം മണി 7 ആയിട്ടുണ്ട്. സമയം ഒരു 7 മണി ആയിട്ടുണ്ട്. എങ്കിലും സൂര്യൻ